ഈ നന്ദിപ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഫെഡറൽ തത്വങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാത്ത ഇന്ത്യൻ ഭരണാധികാരികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന കൊടിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ആവർത്തിച്ച് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നാം കാണുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മുടെ ഈ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി ഗവർണർ ഈ സഭയിൽ അവതരിപ്പിച്ച പ്രമേയം അദ്ദേഹം ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. ആ വിട്ടുകളഞ്ഞത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് അദ്ദേഹം വിട്ടുകളഞ്ഞത്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു അത് ഈ സഭ അങ്ങ് അംഗീകരിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം അത് കൃത്യമായി ചൂണ്ടിക്കാട്ടി ഇതാണ് സർക്കാരിന്റെ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് പറയുകയുണ്ടായി. പ്രതിപക്ഷം ഭരിക്കുന്ന തമിഴ്നാട്ടിലും ഇപ്പോൾ ഏറ്റവും അവസാനം കർണാടകയിലും നാം കണ്ടു ഗവർണർമാർ എന്തു ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കി. ഒരു സ്ഥലത്ത് വായിക്കാതെ തന്നെ വെച്ചിട്ട് പോകുന്ന സാഹചര്യം വന്നു. പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഒരു നിലപാട് നാം കണ്ടില്ല. ഭരണഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണ് മോഡി ഭരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഗവർണർമാരെ ഉപയോഗിച്ച് എങ്ങനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കാൻ UDF-ഉം BJP-യും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തെ എളുപ്പത്തിന് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒട്ടാകെ അട്ടിമറിക്കാൻ പറ്റുന്നത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ അവരെതിർക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് അവരുടെ പൊതുശത്രുവായി LDF-നെ കാണുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നില വളരെ പരിതാപകരമാണ്. മോദിയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടരെ സ്തുതിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മിണ്ടാട്ടമില്ല. ശശി തരൂരിനെ തിരുത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ശശി തരൂർ ആകട്ടെ നെഹ്റുവിന്റെ കുടുംബവാഴ്ചയെ അങ്ങേയറ്റം വിമർശിക്കുകയാണ്. തരൂരിനെ തൊടാൻ പേടിയാണ് കോൺഗ്രസിന്. ഇപ്പോ വന്ന് ദിഗ്വിജയ് സിംഗ് രാജ്യസഭാംഗമാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ ദിഗ്വിജയ് സിംഗ് RSSനെ പുകഴ്ത്തുകയാണ്. കോൺഗ്രസിനോടും അണികളോടും പറയുന്നത് നിങ്ങൾ RSSനെ കണ്ടുപഠിക്കൂ എന്നാണ്. LK അദ്വാനിയുടെയും മോദിയുടെയും ഒരു ചിത്രം പങ്കുവച്ചിട്ടാണ് ദിഗ്വിജയ് സിംഗ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ സ്തുതിപാഠകരുടെ എണ്ണം കോൺഗ്രസിൽ കൂടി വരികയാണ്. BJP-യുടെ ഇന്നത്തെ ഭരണ നേതൃത്വത്തിലെ ആളുകളെ പരിശോധിച്ചാലും BJP-യിലെ ആളുകളാണ്, കോൺഗ്രസിലെ ആളുകളാണെന്ന് മനസ്സിലാവും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ കൂട്ടുകച്ചവടം നാം കണ്ടതാണ്. അത് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത്, അവിടെ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന് 8 പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ 8 പേരും ആവിയായി പോയി, നേരെ BJP-യിലേക്ക് പോയി ചേക്കേറി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോ സംഘപരിവാറിന്റെ വേദിയിൽ കോൺഗ്രസിനും ലീഗിനും പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. കഴിഞ്ഞ ദിവസമാണ് ലോക്ഭവനിൽ, പഴയ രാജ്ഭവനിൽ, കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ മുമ്പിൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒരുമിച്ച് അണിനിരുന്നത്. അത് ഡോക്ടർ ജോൺ മത്തായിയെ കുറിച്ച് ഹോണസ്റ്റ് ജോൺ എന്ന് പറയുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഇവർ പങ്കെടുത്തത്. അപ്പോ ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം.